ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചൺ എന്ന് പറയുന്ന ഒരു മൾട്ടി ടാസ്കിങ് ലാബ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് പുരുഷന്മാർ കയറുമ്പോഴേ അതിൻ്റെ ആ ഒരു ജോലിയെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരുപാട് സ്ത്രീകൾ അതെങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസോടുകൂടിയൊക്കെ വരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇതേപോലെ രാവിലെ ഒട്ടുമിക്ക വീടുകളിലും രാവിലെ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, പിന്നെ കറി അല്ലെങ്കിൽ ചമ്മന്തി, പിന്നെ അപ്പം കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ അരി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ കയറ്റണം. പിന്നെ വെള്ളം തിളപ്പിക്കണം. അപ്പോഴത്തേക്കിനും കറി അരിഞ്ഞത് തിളയ്ക്കുന്നുണ്ടാവും, അതിന് മസാല കൃത്യസമയത്ത് ചേർക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ ഉണ്ടാക്കണം. അപ്പോഴത്തേക്കിനും തിരിച്ചു വന്ന് ചപ്പാത്തി കരിയാതെ തിരിച്ചു വിടണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കടുവ് വറക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ കൂടി കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാതെ, കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇത് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. ഭ്രാന്ത് പിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മൾട്ടി ടാസ്കിങ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ കിച്ചണിലാണ്. പ്രത്യേകിച്ചും ഇതേപോലെ ആരും അധികം സഹായിക്കാൻ കൂടെ ഇല്ലാത്ത ഹൗസ് മെയ്ഡ്സോ അല്ലെങ്കിൽ വേലക്കാരൊന്നും ഇല്ലാത്ത വീട്ടമ്മമാർ, അവർ ഇതെങ്ങനെ, പ്രത്യേകിച്ചും വീട്ടിൽ രാവിലെ ഓഫീസിലും സ്കൂളിലും ഒക്കെ പോകാനുള്ള കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ അത് ഒരു പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഈ ഒരു ടാലൻറ്റിനെ അംഗീകരിക്കാത്ത ആൾക്കാർ? എന്തുകൊണ്ടാണ് ഭർത്താക്കന്മാർ അംഗീകരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് അംഗീകരിക്കുന്നുണ്ട്. അത് സ്നേഹത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അത് എപ്പോഴെങ്കിലും ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അംഗീകരിക്കുക ചെയ്യുമ്പോൾ അത് തിരിച്ചത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്തതിനെ അക്നോളജ് ചെയ്യുന്ന ഒരു പരിപാടി സ്ത്രീകൾക്ക് പൊതുവെ കുറവാണ്. ബട്ട് അംഗീകരിക്കാത്ത സമയത്ത് അത് പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യും. അപ്രീഷിയേറ്റ് ചെയ്യാത്ത സമയത്ത് അത് നോട്ടീസ് ചെയ്യും, അത് പറയും. പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊട്ട് കാഷ്വലായിട്ട് എടുക്കും. അത് കേട്ട ഭാവം പോലും നടിക്കാത്ത രീതിയിൽ മാറിക്കളയും. അപ്പോൾ ഇതൊരു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് വൈഫ് സൈക്കോളജിയാണ്. അതെല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉള്ളതാണ്. പക്ഷേ ഇത് സ്ത്രീകൾ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മകളായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ശരിക്കും ഒരു എന്താ പറയുക, സൂപ്പർ വിമൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ കൂടെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കൃത്യസമയത്ത് ജോലിക്ക് ഓഫീസിലും ഒക്കെ പോകുന്ന സ്ത്രീകൾ, അവർ ഇത് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു ടാലൻ്റാണ് അവർക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും അതേ ജോലികൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പം അവർ ശരിക്കും ടയേർഡാകുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പുറത്ത് കാണിക്കാതെ അവർ വീണ്ടും ആ ജോലിയിൽ നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പുരുഷന്മാർ അവരെ സഹായിക്കണം എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ, അവർ ഒരു വലിയ സല്യൂട്ട് അർഹിക്കുന്നു. സല്യൂട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. വീണ്ടും വേറെ നല്ല വിഷയമായി വരാം. അതുവരെ ഗുഡ് ബൈ. പിന്നെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക് യു.